ദാനവ ചരിത്രം അനുസ്യൂതമായി ഒഴുകവേ ജീർണത തളം കെട്ടി നിന്ന അറേബ്യൻ സൈകിത ഭൂവിൽ നിന്ന് സത്യത്തിന്റെ ഒരു നാദം മുഴങ്ങി. തൗഹീദിന്റെ അമരധ്വനി. ഒട്ടകക്കൂട്ടങ്ങൾ മേഞ്ഞു നടന്ന മണലാരണ്യം ആ മോചനമന്ത്രം ഏറ്റുചൊല്ലി. വിശ്വാസത്തിന്റെ പച്ചപ്പുകൾ എങ്ങും കിളിർത്തു പൊങ്ങി. സാർത്ഥവാഹക സംഘങ്ങൾ നടന്നു പതിഞ്ഞ പൂഴിപ്പാടുകളിലൂടെ, നങ്കൂരങ്ങൾ കാറ്റ് തെളിച്ച ആഴക്കടലിലൂടെ തൗഹീദിന്റെ മന്ദമരുതൻ വീശിയടിച്ചു. ഒരു പുൻപുലരിയിൽ സത്യത്തിന്റെ ഒരു പായക്കപ്പൽ കൊടുങ്ങല്ലൂർ തീരത്ത് നങ്കൂരമിട്ടു. ഇസ്ലാമിക പ്രബോധകരായ മാലിക് ഇബ്നു ദിനാറും സംഘവും കേരളക്കരയിൽ കാലുകുത്തി. കൊടുങ്ങല്ലൂരിൽ ഇന്നത്തെ ചേരമാൻ നഗറിൽ ഒരു ദൈവഗേഹത്തിന് അവർ അസ്ഥിവാരമിട്ടു. ലക്ഷ്യം കണ്ട ഒരു തീർത്ഥയാത്രയുടെ ഓർമ്മക്കുറിപ്പുകൾ. തൗഹീദിന്റെ ദിവ്യശോഭ ജനഹൃദയങ്ങളെ ദീപ്തമാക്കി. മാലിക് ബിനു ഹബീബും പത്നി ഹുമറിയാത്തും ഇവിടെ ശാശ്വത വിശ്രമം കൊള്ളുന്നു. കാലത്തിന്റെ കുത്തിയൊഴുക്കിൽ മുസ്ലിംകൾ ഈ രാജ്യത്തിന്റെ രാഷ്ട്രീയ ഭാഗധേയം നിർണയിച്ചു. 13ാം നൂറ്റാണ്ട് തൊട്ട് 19ാം നൂറ്റാണ്ടിന്റെ 2ാം പാദം വരെ അവർ ഇന്ത്യ ഭരിച്ചു. പ്രാഗൽഭ്യത്തിന്റെ കരങ്ങൾ ചരിത്രഭിത്തികളിൽ ഒരിക്കലും മായാത്ത കുറെ സ്മൃതിചിത്രങ്ങൾ കൊത്തിവെച്ചു. മുഗള ഭരണത്തിന്റെ ഔജ്ജല്യം, അക്ബർ ചക്രവർത്തിയുടെ ആസ്ഥാനമായ ഫത്തേപൂർ സിക്രി, കാലത്തെ അതിജീവിക്കുന്ന മോത്തി മസ്ജിദ്, അനശ്വരതയുടെ കവിൾത്തടത്തിലിറ്റ് വീണ ഒരിറ്റ് കണ്ണുനീർ. ദക്ഷിണേന്ത്യയിലും മുസ്ലിങ്ങൾ രാഷ്ട്രീയ അധീശത്വം സ്ഥാപിച്ചു. കുത്തുബ് ഷാഹി ഭരണകൂടം ഔന്നത്യങ്ങൾ പലതും കീഴടക്കി. ബാമിനി സുൽത്താൻമാർ ഗുൽബർഗയിൽ പ്രതാപത്തിന്റെ കോട്ടകൾ കെട്ടി. ബിദാറിലെ അതിശയങ്ങൾ. ഇങ്ങ് കേരളക്കരയിലുമുണ്ടായി മുസ്ലിങ്ങൾക്കൊരു കൊച്ചു ഭരണകൂടം. ചരിത്രത്തിൽ അക്ഷരത്തെറ്റുപോലെ അറക്കൽ സ്വരൂപം. ഐശ്വര്യത്തിന്റെയും പ്രതാപത്തിന്റേതുമായിരുന്നു ആ കാലഘട്ടം. എന്നാൽ പിന്നിട്ട 2 നൂറ്റാണ്ട് മുസ്ലിങ്ങൾക്ക് കണ്ണീരും വേദനയുമാണ് സമ്മാനിച്ചത്. ചെങ്കോലും കിരീടവും അവർക്ക് നഷ്ടപ്പെട്ടു. നൂറ്റാണ്ടുകളുടെ യജ്ഞം കെട്ടിപ്പടുത്ത കോട്ടക്കൊത്തളങ്ങൾ തകർന്നടിഞ്ഞു. നഷ്ടപ്രതാപത്തിന്റെ ചുടുകണ്ണീർ ഇന്നിന്റെ നൊമ്പരമായി മാറുന്നു. ലക്ഷ്യവും ദിശയും നഷ്ടപ്പെട്ട മുസ്ലിങ്ങൾ മാന്യമായ അസ്തിത്വത്തിനായി നൂറ്റാണ്ടുകളോളം പടർന്നു. വൈദേശിക ശക്തികൾക്കെതിരെ അവരാഞ്ഞടിച്ചു. കുഞ്ഞാലി മരിക്കാർ ഉപയോഗിച്ച പീരങ്കി ഉണ്ടകളും പരിചയും
കുഞ്ഞാലി മരയ്ക്കാർ അറബിക്കടലിന്റെ ആഴങ്ങളിൽ പറങ്കികളോട് അടരാടി. വീരസ്മരണങ്ങളിൽ ഉമ്മവച്ചുറങ്ങുന്ന കോട്ടക്കൽ ഗ്രാമം. മരയ്ക്കാർ നാലാമന്റെ വീട്. ഏറനാട്ടിന്റെ ചരൽപ്പരപ്പുകളിലും അവർ ജീവരക്തം കൊണ്ട് ഭാവിയുടെ കഥന ചരിത്രത്തിന്റെ മോഹസാക്ഷി, നൂറ്റാണ്ടുകൾ പലതും കണ്ട മലപ്പുറം പള്ളി. സത്യസംസ്ഥാപനത്തിനു വേണ്ടി അവർ രക്തസാക്ഷ്യം വരിച്ചു. മലബാർ കലാപത്തിന്റെ മങ്ങാത്ത ഓർമ്മകളുമായി തിരൂരങ്ങാടി പള്ളി. മോചനം തേടിയുള്ള പ്രയാണം അനസ്യൂതം തുടർന്നു. ഇരുൾമുറ്റിയ വഴിത്താരകളിൽ അവർ തപ്പിത്തടഞ്ഞു. അങ്ങനെയിരിക്കെ വിജ്ഞാനത്തിന്റെ വെളിച്ചവുമായി ഒരു യുഗപുരുഷൻ കടന്നു വന്നു. സർ സയ്യിദ് അഹമ്മദ് ഖാൻ എന്ന യുഗപ്രഭാവനായിരുന്നു അത്. ഒരു പുത്തൻ പുലരിയുടെ ഉണർത്തുപാട്ടുമായി അദ്ദേഹം അലിഗർ മുസ്ലിം സർവകലാശാലയ്ക്ക് അസ്ഥിവാരമിട്ടു. സംഘടിത രാഷ്ട്രീയ ശക്തിയുടെ ബാലപാഠങ്ങൾ അദ്ദേഹവും പിൻഗാമികളും തങ്ങളുടെ സമുദായത്തിന് ഓതിക്കൊടുത്തു. ചരിത്രത്തിന്റെ ദശാസന്ധിയിൽ പ്രഗത്ഭരായ ഒരു നേതൃനിര ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് പ്രകാശഗോപുരങ്ങളായി മാറി. അലാമ മുഹമ്മദ് ഇഖ്ബാൽ, ഖായിദെ അസം മുഹമ്മദ് അലി ജിന്ന, അലി സഹോദരന്മാർ, മൗലാന ആസാദ് തുടങ്ങിയവർ. എന്നിട്ടും രാജ്യത്തിന് വിധിക്ക് മുന്നിൽ കീഴടങ്ങേണ്ടി വന്നു. ഇന്ത്യ 2 രാഷ്ട്രങ്ങളായി വിഭജിക്കപ്പെട്ടു. വിഭജനത്തിന്റെ കാർമേഘ പഠനങ്ങൾ മുസ്ലിങ്ങളുടെ ഭാവി കൂടുതൽ തമസുറ്റതാക്കി. അതിർത്തികളിൽ ലക്ഷക്കണക്കിന് മനുഷ്യർ മരിച്ചു വീണു. 4.5 കോടി മുസ്ലിങ്ങൾ സാന്ത്വനത്തിന്റെ ഒരു കൊച്ചു ചെരാതിനായി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ സാഫല്യമായി ഒരു മഹത് പ്രസ്ഥാനം ഉയർക്കൊണ്ടു. അതാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. 1948 മാർച്ച് 10 മദ്രാശി മൗണ്ട് റോഡിലെ പ്രശസ്തമായ രാജാജി ഹാൾ. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലെ ന്യൂനപക്ഷങ്ങളുടെ ഭാവി രൂപപ്പെടുത്തുന്നതിന് മുസ്ലിം നേതാക്കൾ ഇവിടെ സന്ധിച്ചു. സംഘടിത രാഷ്ട്രീയ ശക്തിക്ക് മുസ്ലിങ്ങളെ രക്ഷിക്കാൻ കഴിയൂ എന്നവർ കണ്ടെത്തി. മുസ്ലിം ലീഗ് എന്ന കൂട്ടായ്മയ്ക്ക് അങ്ങനെ അവർ നാന്ദി കുറിച്ചു. പ്രസ്ഥാനത്തിന്റെ പ്രഥമ അധ്യക്ഷനായി ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിനെ തെരഞ്ഞെടുത്തു. ചരിത്രത്തിന്റെ ഒരു നാൽക്കവലയിൽ സമുദായത്തിന് മാർഗദർശനം നൽകിയ വിളക്കുമാടം. വിഭജനത്തിന്റെ നീറുന്ന വേദനയിൽ മുസൽമാന് താങ്ങും തണലുമായി അദ്ദേഹം വർദ്ധിച്ചു. ദിശാബോധം നഷ്ടപ്പെട്ട സമുദായത്തെ ജനാധിപത്യത്തിന്റെ രാജപാതയിലൂടെ അദ്ദേഹം നയിച്ചു. മുസ്ലിങ്ങളുടെ ദേശസ്നേഹം ചോദ്യം ചെയ്ത സമുദായ ശത്രുക്കൾക്ക് സ്വജീവിതം കൊണ്ട് ഖായിദ് മില്ലത്ത് മറുപടി നൽകി. ഇന്ത്യ പാക് യുദ്ധം കൊടുമ്പിരിക്കൊണ്ട കാലഘട്ടം. ആ ദേശസ്നേഹി പ്രധാനമന്ത്രി ജവഹർലാലിനെ എഴുതി, എന്റെ പുത്രൻ മിയാൻ ഖാനെയും യുദ്ധമുന്നണിയിൽ സേവനത്തിനർപ്പിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഹൃദയസ്പർശിയായ കത്തിന് ജവഹർലാൽ നൽകിയ മറുപടി വികാരാജ്വലമായിരുന്നു. രാഷ്ട്രീയ കാലുഷ്യത്തിന്റെ ഒരു വേളയിൽ ഇസ്മായിൽ സാഹിബിന്റെ നേതൃത്വത്തിലുള്ള മുസ്ലിം ലീഗ് കേരളത്തിൽ സന്ദർഭത്തിന് ഉയർന്നു. അതിന് കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് അന്നത്തെ മുഖ്യമന്ത്രി പട്ടംതാണുള്ള ഖായിദെ മില്ലത്തിന് എഴുതി, പ്രതിസന്ധിയുടെ കുരുക്കഴിച്ചതിൽ മുസ്ലിം ലീഗിനോട് അങ്ങേയറ്റത്ത് നന്ദിയുണ്ട്. ഇവിടെയാണ് ആ ത്യാഗിവര്യൻ എളിമയാർന്ന ജീവിതത്തിന്റെ ധന്യയാമങ്ങൾ ചെലവിട്ടത്. മദ്രാശി ക്രോംപേട്ടയിലെ ദയാമൻസൽ ഖായിദെ മില്ലത്ത് ഉപയോഗിച്ച കൊച്ചുമുറി.
ലാളിത്യത്തിന്റേതുമായിരുന്നു അദ്ദേഹത്തിന്റെ വേഷം. കൊല്ലങ്ങളോളം ഈ ഒരു കോട്ട് മാത്രമായിരുന്നു ഇസ്മായിൽ സാഹിബിനുണ്ടായിരുന്നത്. പക്ഷെ ആ ആത്മാഭിമാനി സമുദായത്തെ അക്കാര്യം അറിയിച്ചില്ല. വരും തലമുറകൾക്കായി ബാക്കി വെച്ച തിരുശേഷിപ്പുകൾ, സമർപ്പണത്തിന്റെ നെറ്റിത്തളം തട്ടി തേഞ്ഞു തീർന്ന മുസല്ല, ഗവേഷകരുടെ ഊഴവും കാത്തു കഴിയുന്ന ചരിത്ര പ്രമാണങ്ങൾ, വന്ധ്യപിതാവിനെ കുറിച്ച് ഓർക്കുമ്പോൾ മിയാ ഖാൻ ഇന്നും രോമാഞ്ചം കൊള്ളുന്നു. You see, you have to write about me. What about your father, who is laboring like anything day in and day out? You see, carrying things on his head, so that you people may eat, so that you may be happy. You are not, how is it that you are not taking care of your father? Remember that he is also working, and he used to be very proud of me. ഭദ്രപിതാവിനെ കുറിച്ച് മധുരോദാരമായ എത്രയെത്ര ഓർമ്മകൾ. मेरे को आना को बोले यार भूषण वगैरह को ऐसा बैठ को आदमी नहीं वक्त झाड़ते दे डको कर बोले हर एक बात में छोटे बात में ख्याल करको अम्मा बोलो मजे अम्मा. ഖായിദെ മില്ലത്തിന്റെ ജീവിത പങ്കാളി അവരിന്ന് നമ്മോടൊപ്പമില്ല. ഇവിടെ പണ്ടൊരു കുടിലുണ്ടായിരുന്നു. അവിടെ ഇരുന്നാണ് സമുദായത്തെയും പാർട്ടിയെയും അദ്ദേഹം നയിച്ചത്. ജവഹർലാൽ, രാജാജി, കാമരാജ് തുടങ്ങി എത്രയോ ഉന്നത വ്യക്തികൾ ആ കുടിൽ വന്നിരുന്ന് നിർണായക തീരുമാനങ്ങൾ എടുത്തു. മനുഷ്യരെ മാത്രമല്ല, വൃക്ഷലതാദികളെയും ആ വലിയ മനുഷ്യൻ സ്നേഹിച്ചു. ഈ വൃക്ഷത്തിന്റെ ഒരു ചില്ല പോലും വെട്ടിമാറ്റാൻ അദ്ദേഹം ആരെയും അനുവദിച്ചില്ല. തന്റെ ഓരോ ശ്വാസവും സമുദായത്തിനു വേണ്ടി നീക്കിവെച്ച ആ ത്യാഗിവര്യൻ 1972 ഏപ്രിൽ 4 നമ്മെ വിട്ടുപിരിഞ്ഞു. ആ ദുഃഖവാർത്തയറിഞ്ഞ് രാഷ്ട്രം വിതുമ്പി. മദ്രാസിലെ നവാബ് മസ്ജിദ് അങ്കണത്തിൽ ഖായിദെ മില്ലത്ത് അന്ത്യവിശ്രമം കൊള്ളുന്നു. ത്യാഗസമ്പന്നമായ ആ ജീവിതത്തിന്റെ അംഗീകാരമാണ് ഈ സ്മാരകങ്ങൾ. ഖായിദെ മില്ലത്ത് മസ്ജിദ്, ഖായിദെ മില്ലത്ത് വിമൻസ് കോളേജ്, ഖായിദെ മില്ലത്ത് സ്ട്രീറ്റ്, ഖായിദെ മില്ലത്ത് ബ്രിഡ്ജ്, അദ്ദേഹത്തിന്റെ പേരിൽ ഒരു ജില്ലയുമുണ്ട്. ഖായിദെ മില്ലത്ത് നട്ടുവളർത്തിയ രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിലും പച്ചപിടിച്ചു. ന്യൂനപക്ഷത്തിന്റെ ആധികാരിക രാഷ്ട്രീയ പ്രസ്ഥാനമായി വളർന്നു. മുസ്ലിം രാഷ്ട്രീയ മുന്നേറ്റത്തിന്റെ ചരിത്രം ആ കാലഘട്ടത്തിന്റെ ദൃക്സാക്ഷിയായ ബി അബ്ദുള്ള കോയ സാഹിബിന്റെ മൊഴികളിലൂടെ. മുസ്ലിമീങ്ങളുടെ സാമുദായിക സംഘടനകളല്ലാതെ കണ്ട് രാഷ്ട്രീയമായി കൈയാളുന്ന സംഘടനകൾ അക്കാലത്ത് ഉണ്ടായിരുന്നില്ല. മുസ്ലിം ലീഗ് ഇന്ത്യയിൽ, വടക്കേ ഇന്ത്യയിൽ സ്ഥാപിതമായി കഴിഞ്ഞതിന് ശേഷം അതിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള തെക്കേ ഇന്ത്യയിലെ ആളുകൾ വളരെ കുറവായിരുന്നു. ആ ഒരു ഘട്ടത്തിൽ ഹാജി അബ്ദുൽ സത്താർ സേഠ് സാഹിബ് അവരുകൾ വടക്കേ ഇന്ത്യയിൽ സെൻട്രൽ അസംബ്ലി മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ട് പോയി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം മുസ്ലിം ലീഗിന്റെ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടനായി ജിന്നാ സാഹിബ് തുടങ്ങിയുള്ള ആൾ ഇന്ത്യ മുസ്ലിം നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് ഇവിടെ ഒരു മുസ്ലിം ലീഗിന്റെ ഒരു ബ്രാഞ്ച് തുറക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവുകയും ആ ആഗ്രഹം അനുസരിച്ചുള്ള പ്രോത്സാഹനങ്ങൾ അദ്ദേഹത്തിന് വടക്കേ ഇന്ത്യയിലെ നേതാക്കന്മാര്, പ്രത്യേകിച്ച്
ലിയാഖത്ത് അലി ഖാൻ, സാദാ ലിയാഖത്ത് അലി ഖാൻ, മഹ്മൂദാബാദ്, രാജാ സാഹിബ് മഹ്മൂദാബാദ് തുടങ്ങിയുള്ള നേതാക്കളിൽ നിന്ന് പ്രോത്സാഹനം കിട്ടുകയും അദ്ദേഹം ഇവിടെ വന്ന് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സാമുദായികമായ സഹപ്രവർത്തകന്മാരുമായി സംസാരിച്ച് മുസ്ലിം ലീഗിന്റെ ഒരു ശാഖ കേരളത്തിൽ ആദ്യമായി തലശ്ശേരി സ്ഥാപിതമാവുകയും ആ സ്ഥാപിതമായ വിവരം അദ്ദേഹവുമായി പരിചയപ്പെട്ടിട്ടുള്ള കേരളത്തിലെ പല നേതാക്കന്മാരെയും അദ്ദേഹം എഴുത്തുമൂലം അറിയിച്ചതനുസരിച്ച് കോഴിക്കോട്ട് മർഹൂം കോയ ഹാജി, മർഹൂം അഡ്വക്കേറ്റ് MP ഹൈദറോസ്, ജനാബ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാബി തങ്ങൾ, അന്ന് ഒരു വിദ്യാർത്ഥി മാത്രമായിരുന്ന ഞാനും എനിക്കും കത്തെഴുതി. ആ കത്തനുസരിച്ച് ഞങ്ങൾ മുസ്ലിം ലീഗിന്റെ ഒരു ശാഖ കോഴിക്കോട്ട് സ്ഥാപിച്ച് അഫിലിയേഷനായി വേണ്ടി ഇവരോട് സാഹിബിനും സീതി സാഹിബിനും വേണ്ടി എഴുതി. അങ്ങനെയാണ് 1934 ഫെഡറൽ അസംബ്ലി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് സർദാർ സാഹിബ് ഇവിടെ നിന്ന് ഡൽഹി പോയതിനു ശേഷമാണ് മുസ്ലിം ലീഗിനെ പുനരുദ്ധാരണമുണ്ടായത്. ആ ചരിത്രസന്ധിയുടെ ഹൃസ്പന്ദനങ്ങൾ ഇന്നും സ്മൃതികളിൽ തലോലിക്കുന്ന CKP ചെറിയ മമ്മുക്കൈ സാഹിബ് മുസ്ലിം ലീഗിന്റെ സ്ഥാപന കാലഘട്ടത്തിലാണ് മുസ്ലിം ലീഗ് സ്ഥാപിക്കപ്പെട്ടതെന്നാണ് ചരിത്ര രേഖകൾ കൊണ്ട് കാണുന്നത്. ആ മുസ്ലിം ലീഗിന്റെ ശാഖകൾ മലബാറിൽ പല സ്ഥലത്തുണ്ടായിരുന്നു, പ്രത്യേകിച്ച് തലശ്ശേരിയിലുണ്ടായിരുന്നു. അതിന്റെ പ്രവർത്തനം കുറെ കാലം നടന്നിരുന്നു. ഞങ്ങളുടെ ചെറുപ്പത്തിൽ തന്നെ അതിന്റെ പ്രവർത്തനം പോയി ഞങ്ങൾ പിന്നെ ആരും അതിൽ അനുഭവപ്പെട്ടിട്ടില്ല. അതിനുശേഷം 1934 സ്റ്റേറ്റ് സാഹിബ് സെൻട്രൽ അസംബ്ലിയിലേക്ക് തെരഞ്ഞെടുത്ത് പോയപ്പോൾ അന്ന് സെൻട്രൽ അസംബ്ലിയിലെ MP എന്നല്ല പറയാ, MLA ബ്രാക്കറ്റിലെ സെൻട്രൽ അങ്ങനെയാ പറയാ. അങ്ങനെ അദ്ദേഹം അവിടെ പോയതിനു ശേഷം 1936 അസംബ്ലി തെരഞ്ഞെടുപ്പുകൾ വന്നു. പുതിയ ഭരണ വ്യവസ്ഥ അനുസരിച്ച് 1936 മുസ്ലിം തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ 10 കോൺസ്റ്റൻസി ഉണ്ട് മുസ്ലിമീങ്ങൾക്ക്, പ്രത്യേക നിയോജകമണ്ഡലങ്ങൾ. അത് മുസ്ലിമീങ്ങൾ മാത്രമേ വോട്ട് ചെയ്യേണ്ടതുള്ളൂ, മുസ്ലിം സ്ഥാനാർത്ഥികൾക്ക് നിൽക്കാനും പറ്റും. അങ്ങനെ 10 കോൺസ്റ്റൻസി ഉള്ളതിൽ തലശ്ശേരി അന്ന് കോട്ടയം താലൂക്കിൽപ്പെട്ടതാണ്. ആ കോട്ടയം താലൂക്കിൽ കോൺസ്റ്റൻസിയിൽ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് AK കാതറോട്ടി സാഹിബാണ് 1956. വടകര കുറുമ്പനാട് താലൂക്കാണ് അന്ന്, ഇന്നത്തെ വടകര താലൂക്കാണ്. വടകര കുറുമ്പനാട് താലൂക്ക കൊയ്യാണ്ടി അടക്കം. ആ കോൺസ്റ്റൻസിയിൽ മത്സരിച്ചത് D. സാഹിബാണ്. D. സാഹിബിനെ എതിർത്തത് ഖാൻ ബഹദൂർ ആറ്റക്കോയ തങ്ങളാണ്, ഇന്നത്തെ ഡിഫിലിന്റെ ഫാദർ. ആ തെരഞ്ഞെടുപ്പില് ഇവര് രണ്ടാളും ജയിക്കുകയും, അതായത് കാതറോട്ടി സാഹിബും കണ്ണൂർ ആറ്റക്കോയ തങ്ങളും. പിന്നെ മറ്റ് 8 കോൺസ്റ്റൻസിയിലും നിന്ന ഇൻഡിപെൻഡൻസ് ആയിട്ട് ഉണ്ടായ കൂട്ടത്തിൽ 8 ജയിച്ചു. 16 ജയിച്ചു. ആ 8 പിന്നീട് ലീഗാണ് കമ്മേന. അത് കഴിഞ്ഞിട്ട് ആ തെരഞ്ഞെടുപ്പിന് ശേഷം മുസ്ലിം ലീഗിന്റെ പ്രവർത്തനങ്ങൾ ഇവിടെ ആരംഭിക്കാൻ തീരുമാനിച്ചിട്ട് ഇവിടെ ഒരു കൺവെൻഷൻ വിളിച്ചു കൂട്ടി തലശ്ശേരി ടൗണാണ്. തലശ്ശേരി ടൗണാണ്. അത് 1937 അപ്പൊ കിഴക്കൻ കഴിഞ്ഞ് 36 37. ആ കൺവെൻഷനില് അധ്യക്ഷം വഹിച്ചത് സുൽത്താൻ അബ്ദുറഹ്മാൻ അലി രാജാ സാഹിബാണ്. അറക്കൽ അദ്ദേഹത്തിനെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നവരെ രാജാവ് എന്ന് വെച്ചാൽ രാജാവ് തന്നെയാണ്. ആ ഡ്രസ്സും ആ യൂണിഫോമും ഇതെല്ലാം തന്നെ ആ നിലക്കാണ്. അങ്ങനെ രാജാ സാഹിബിന്റെ അധ്യക്ഷതയിൽ കൂടിയ മലബാറിലെ മുസ്ലിം പണ്ഡിതന്മാരുടെയും നേതാക്കന്മാരുടെയും തുടങ്ങിയ ഒരു കൺവെൻഷനിൽ വെച്ച് അന്നാണ് മലബാർ ജില്ലാ മുസ്ലിം ലീഗിന്റെ ഏറ്റവും കമ്മിറ്റി രൂപീകരിച്ചത്. ആ കമ്മിറ്റിയിലെ പ്രസിഡന്റ് സുൽത്താൻ അബ്ദുറഹ്മാൻ അലി രാജാ സാഹിബും സെക്രട്ടറി ആജി അബ്ദുൽ സത്താർ സൈഡ് സാഹിബുമാണ്. ജോയിന്റ് സെക്രട്ടറിമാരായിട്ട് ഉണ്ടായിരുന്നത് സീതി സാഹിബും ഹൈദറൂസ് വക്കീലാണ്.
കോഴിക്കോട് എത്തിയ ഇദ്രോസ് വക്കീൽ, അവർ രണ്ടാമതാണ് ജോയിന്റ് സെക്രട്ടറി. കെജാഞ്ചി CP മമ്മൂക്കയായിരുന്നു. അതിനാണ് മുസ്ലിം ലീഗിന്റെ ആരംഭം കുറിക്കുന്നത്. കേരളത്തിലെ ഒരേ ഒരു മുസ്ലിം ഭരണകൂലമായ അറക്കൽ സ്വരൂപത്തിൽ നിന്ന് മലബാർ ജില്ലാ മുസ്ലിം ലീഗിന്റെ പ്രഥമ അധ്യക്ഷനെ കണ്ടെത്തിയത് ആകസ്മികതയായിരിക്കാം. 1928 സുൽത്താന ആലി രാജ ഐഷ ബേബി ദിവംഗതയായപ്പോഴാണ് 47-ാം വയസ്സിൽ അബ്ദുൾ റഹ്മാൻ ആലി രാജ അധികാരമേറ്റത്. സർവ്വജനങ്ങളുടെയും സ്നേഹാദരവുകൾ പിടിച്ചുപറ്റിയ സാമൂഹിക പരിഷ്കർത്താവായിരുന്നു അദ്ദേഹം. ഇപ്പോഴത്തെ സ്ഥാനാവകാശി ഹാഷിം ഗോയമ്മ തന്റെ മുൻഗാമിയെക്കുറിച്ച് അയവിറക്കുന്നു. പണ്ഡിത വര്യന്മാരും കലാസ്നേഹികളും അറക്കൽ കൊട്ടാരത്തിലേക്ക് ഒഴുകിയ ഒരു കാലഘട്ടമായിരുന്നു അത്രയാണ്. അബ്ദുൽ സത്താർ സൈഡ് സാഹിബായിരുന്നു മലബാർ ജില്ലാ മുസ്ലിം ലീഗിന്റെ പ്രഥമ ജനറൽ സെക്രട്ടറി. സംഘടന കെട്ടിപ്പടുക്കുന്നതിൽ അദ്ദേഹം അദ്വിതീയമായ പങ്കുവഹിച്ചു. നാട്ടിലുടനീളം പര്യടനം നടത്തിയാണ് സംഘടനയെ അദ്ദേഹം വളർത്തിയത്. 1934 പ്രഗത്ഭനായ മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് സേഠ് സാഹിബ് സെൻട്രൽ അസംബ്ലിയിലെത്തി. ജനീവ കോൺഫറൻസിൽ പങ്കെടുത്ത ഇന്ത്യൻ സംഘത്തിൽ സേഠ് സാഹിബും ഉണ്ടായിരുന്നു. സേഠ് സാഹിബിനെ കുറിച്ച് പറയുമ്പോൾ പഴയ തലമുറ വാചാലമാകുന്നു. വിദ്യാഭ്യാസം ഒന്നും ഇല്ലാത്ത ഒരാളായിരുന്നുവെങ്കിലും സാമ്പത്തികമായി കഴിവുള്ള നല്ല നിലയിൽ കഴിയുന്ന അദ്ദേഹത്തിന്റെ സമ്പത്തും അധ്വാനവും സമുദായത്തിന്റെ ഉന്നമനത്തിനു വേണ്ടിയും സമുദായത്തിന്റെ വിഷമതകൾ തീർക്കാൻ വേണ്ടി ശ്രമിക്കണമെന്ന് വളരെ ആകാംക്ഷയുള്ള ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ നമ്മുടെ നേതാക്കന്മാരിൽ പൊതുവെ കുറവായിരുന്ന പല വിശേഷ ഗുണങ്ങളും അദ്ദേഹത്തിനുണ്ട്. ധനവാന്മാരിൽ വലിയ ഒരു ധനവാനെന്ന് പറയാമെങ്കിലും വലിയ ധനവാനാണെന്ന് പറയാൻ പറ്റാത്ത നിലയിലായിരുന്നു അദ്ദേഹത്തിന്റെ സാമ്പത്തിക സ്ഥിതി. പക്ഷെ അതിന് ഉപരിയായ അതിന് ഒതുങ്ങാത്ത രീതിയിലുള്ള സാമ്പത്തിക സഹായം സമുദായത്തിന് വേണ്ടിയിട്ട് സ്വന്തം കയ്യിൽ നിന്ന് ചെലവഴിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു 60 വയസ്സ് പ്രായമുള്ള മലബാറിലെ മുസ്ലിം ലീഗുകാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മിക്കവാറും അത്തരം പ്രായമുള്ളവരെല്ലാം സേഠ്സാഹിബിന്റെ ശിഷ്യന്മാരാണ്. യഥാർത്ഥത്തിൽ ഞങ്ങളുടെ എല്ലാം രാഷ്ട്രീയ ഗുരുവും ഞങ്ങളെല്ലാം ഈ രംഗത്ത് പിടിച്ച് ഉയർത്തിക്കൊണ്ടുവന്നതും ഊർജ്ജസ്വലമായ നേതൃത്വം എല്ലാ വിഭാഗങ്ങളെയും മുസ്ലിം ലീഗിലേക്ക് ആകർഷിച്ചു. ഇന്നും ലീഗ് വേദികളിൽ നമ്മെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന KC അബൂബക്കർ മൗലവി ആ കാലഘട്ടത്തിനെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു. മുസ്ലിംകളെ സംരക്ഷിച്ച് അതിന് പ്രത്യേക സംസ്കാരങ്ങൾ നിലനിർത്തണമെങ്കിൽ മുസ്ലിംകൾക്ക് ഒരു സംഘടന ഇല്ലാതെ സാധിക്കൂല എന്ന വിശ്വാസം തന്നെ. ഇനി അവിടെ നിന്ന് അങ്ങട്ടും മുസ്ലിംകൾക്ക് ഒരു സംഘടന അവിടെ ഇവിടെയില്ല. ഇവിടെയുള്ള സംഘടന കൊണ്ട് മുസ്ലിംകളുടെ സംസ്കാരം ഇന്ത്യൻ യൂണിയനിൽ സംരക്ഷിക്കാൻ സാധിക്കും. അത് സംഘടിച്ചുകൊണ്ട് നിന്നാൽ മാത്രമേ സാധിക്കുള്ളൂ എന്നുള്ള വിശ്വാസം തന്നെ. അത് ഒരിക്കലും സീസായിനോട് ഞാൻ ചോദിക്കണ്ടായി എന്താ ഇതുകൊണ്ട് പ്രയോജനം. 52 ഇലക്ഷനിൽ ഞങ്ങൾ രണ്ടാളും കൂടി ആദ്യമായിട്ട് കരുവാരൂർ പോകുമ്പോൾ ഞാൻ ചോദിച്ചു എന്താ ഈ പ്രവർത്തനം കൊണ്ട് പ്രയോജനം. ഇത് നമ്മൾ ചെയ്താൽ 4-5 MLA-മാരെ കിട്ടും. നമ്മൾക്ക് പ്രത്യേക നിയോജക മണ്ഡലം പോയല്ലോ. ആ സ്ഥിതിക്ക് നമ്മളിതിൽ പ്രവർത്തിച്ചാൽ ഒരു 4-5 MLA-മാരെ കിട്ടും. അതിൽ കവിഞ്ഞ് എന്ത് കിട്ടും? അത് ഈ സമുദ്രം പോലത്തെ കോൺഗ്രസിന്റെ ഈ MLA-മാരെ കൂട്ടത്തിൽ അല്ലെങ്കിൽ എംപിമാരെ കൂട്ടത്തിൽ എന്ത് ചെയ്യാൻ കഴിയും നമുക്ക് എന്ന് ചോദിക്കുമ്പോൾ മുമ്പിൽ സഹജമായ പുഞ്ചിരിയോട് കൂടെ പറഞ്ഞു, മൗലവി ഇത് എന്നും ഇങ്ങനെ തന്നെ നിൽക്കുന്ന വിചാരിച്ചു. എന്നാൽ ഇങ്ങനെ നിൽക്കൂല. ഇത് ഈ 5-6 കൊല്ലം കഴിയുമ്പോഴേക്ക് 10-12 സംഘടനയായിട്ട് പോകാം. ഈ കോൺഗ്രസ് നിങ്ങളിപ്പോൾ ഡിഗോളിന്റെ അവിടെ നോക്കി, ഇവിടേക്ക് ഫ്രാൻസിലേക്ക് നോക്കി, അവിടെ ഒരു ഗവൺമെന്റ് ഉണ്ടാക്കാൻ തക്കത്ത ഭൂരിപക്ഷമുള്ള ഒരു കക്ഷിയില്ല. 10-14 കക്ഷിയാണ്. ആ ഡിഗോൾ വന്നാലാണ് അതിപ്പോ ഒരു
ഭരണമുണ്ടാക്കാവുന്ന രീതിയിലുള്ള കക്ഷികൾ മാറി. അതുപോലത്തെ അവസ്ഥ ഇവിടെ വരും. അങ്ങനെ വന്നാൽ നമുക്കും ഇവിടെ മറ്റേത് സംഘടനകളിൽ ഇവിടെ ഉണ്ടാകാൻ പോകുന്ന സംഘടന അത് ഏതിനേക്കാളും ഭദ്രമായിരിക്കും, അച്ചടക്കമുള്ളതായിരിക്കും, ബാധ്യത്വം പാലിക്കുന്നതായിരിക്കും, നമ്മളായിരിക്കും ഇവിടെയുള്ള ആൾക്കാർക്ക് ഏറ്റവും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി. അങ്ങനത്തെ ഒരു നിലവാരം നമുക്ക് വരും. അത് വന്നാൽ മൗലവി വിചാരിക്കണ MLA ആകുക മാത്രമല്ല, MLA ആവും, MP ആവും, മന്ത്രിമാരാവും എന്ന് വരെ പറഞ്ഞു അദ്ദേഹം. ലീഗിനോടുള്ള അന്ന് ആദ്യം ലീഗ് സ്ഥാപിച്ചത് ഇവിടെ ഹിമാലയ വിശദാംശ ഹാളിൽ കടപ്പത്ത് ഹിമാലയ വിശദാംശ ഹാളിൽ നിന്ന് ഹാൾ വെച്ചിട്ടാണ് ലീഗ് സ്ഥാപിച്ചത്. സ്ഥാപിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഞാൻ അവിടെ എത്തിപ്പെട്ട നേതാക്കന്മാരെല്ലാവരും ഉണ്ട് സ്റ്റേജിന്റെ മുകളിൽ. കോൺഗ്രസിന്റെ അന്ന് ദേശീയ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന അപ്പോഴായ എല്ലാ ദേശീയ മുസ്ലിങ്ങളും വന്നിട്ട് അവിടെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. ഇവിടെ മുസ്ലിം ലീഗ് ആവശ്യമില്ലാതെ തടസ്സപ്പെട്ടു. മുസ്ലിം ലീഗ് വേണ്ട. അപ്പൊ നേതാക്കന്മാര് ചോറും പറഞ്ഞ് തിരിച്ച് പുറത്തു പോകണം, പോയില്ലെങ്കിൽ പോലീസിനെ വിളിക്കുന്നത്. അങ്ങനെ അവർ മുസ്ലിം ലീഗ് മുർദാബാദ് പ്രതീക്ഷകൾ അടുത്തുവയ്ക്കിങ്ങ് പോയി. അന്ന് ഈ മുസ്ലിം ദേശീയ മുസ്ലിം ലീഗാണ് ഒരു ലീഗിനെ എതിർക്കാൻ വേണ്ടിയിട്ട് വന്നു കൂടിയത്. അങ്ങനെ അവര് പുറത്തു പോയതിനു ശേഷം കാലിക്കാജ് KM കാലിക്കാജിന് അധ്യക്ഷൻ ചെയ്ത് മുസ്ലിം ലീഗിന്റെ ഒരു സംഘം സ്ഥാപിച്ചിട്ടുണ്ട്. ഇന്ത്യ യൂണിവേഴ്സിറ്റി സെക്രട്ടറി. അങ്ങനെ ആ കോൺഫറൻസിൽ മുസ്ലിം ലീഗ് എതിർക്കാൻ ഓൾ ഇന്ത്യ മുസ്ലിം മജ്ലിസ് രൂപീകരിച്ചു. 1945 മെയ് 20 സംഘടനയുടെ ഒരു സമ്മേളനം കോഴിക്കോട്ട് നടക്കുകയുണ്ടായി. മൗലാന അബ്ദുല്ല മിസ്ത്രിയെ പോലുള്ള ആ സമ്മേളനത്തിൽ കോൺഫറൻസിന്റെ ഒരു ലീഗ് കുലുങ്ങി അടിപതറാതെ പ്രയാണം തെരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി. 10 സീറ്റിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി 1945 സെൻട്രൽ അസംബ്ലിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ലീഗിന്റെ ഭൂരിപക്ഷം സ്ഥാനാർത്ഥികളും വിജയിച്ചു. അതിലെ പലരോട് വിദ്യാഭ്യാസമായ നമ്മള് ഇപ്പം ചിന്തിക്കുന്ന ഇവരെല്ലാം ലീഗുകാരായിരുന്നു എന്ന് ചിന്തിക്കുന്ന പലരുടെ വിദ്യാഭ്യാസമായ ഉണ്ടായിരുന്നു. കുഴപ്പത്തുള്ളി അഹമ്മദ് ഹാജി ഉണ്ടായിരുന്നു, പിന്നെ ഇവിടെ കാഴ്ചായി ഉണ്ടായിരുന്നു, പിന്നെ PI കുഞ്ഞമ്മദ് ഹാജി ഉണ്ടായിരുന്നു. അങ്ങനെ പലരും പിന്നെ നമ്മള് ഫീൽഡില് പിന്നീട് കാണാത്ത പലരും ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പം പഴയ ചില അന്നത്തെ മുസ്ലിം ലീഗിന്റെ ടിക്കറ്റിൽ മത്സരിച്ച ആൾക്കാർക്കെല്ലാം ഇന്നും ആശയം പഴയ ഇത് തന്നെയാണ്. ഇതാണ് മുസ്ലിം ലീഗിന്റെ പ്രവർത്തനം. കേരളത്തിൽ മുസ്ലിം ലീഗിന്റെ ആവേശോജ്വലമായ ഒരു മുന്നേറ്റത്തിന് അത് നാന്ദി കുറിച്ചു. അപ്പോഴേക്കും കാലത്തെ കൈക്കുമ്പിളിൽ ഒതുക്കിയ വലിയൊരു നേതാവ് കേരള രാഷ്ട്രീയ ചക്രവാളത്തിൽ ഉദിച്ചു കഴിഞ്ഞിരുന്നു. മുസ്ലിം കേരളത്തിന്റെ നവോത്ഥാന നായകനായ KM സീതി സാഹിബ്, പക്വമതിയായ സമുദായ പരിഷ്കർത്താവ്, പ്രഗത്ഭനായ അഭിഭാഷകൻ, മികവുറ്റ നിയമസഭാ സാമാജികൻ, ഉജ്ജ്വല വാഗ്മി, ആ തൊപ്പിയിൽ ചേരാത്ത തൂവലുകളില്ല. മലബാർ ലീഗ് മുന്നേറ്റത്തിന്റെ ചരിത്രമാണെന്ന് പറയാം. സീതി സാഹിബ് ഒരു മഹൽ സ്ഥാപനമായിരുന്നു. അദ്ദേഹം ഒരു പ്രസ്ഥാനമായിരുന്നു. അദ്ദേഹം ആ പ്രസ്ഥാനം എന്നുകൊണ്ടാണ് അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിച്ചത്. ഒന്നാമത് അദ്ദേഹത്തിന്റെ അപാരമായിട്ടുള്ള വാഗ്മിത്വം മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഒരു ഖറ പുരളാത്ത ആത്മാർത്ഥത അദ്ദേഹത്തിനുണ്ടായിരുന്നെന്ന് അദ്ദേഹത്തോട് അടുത്തുള്ള എല്ലാ ആളുകൾക്കും സാധിക്കും. മതപരമായിട്ടുള്ള ഒരു കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം യാതൊരു വിട്ടുവീഴ്ചയുമില്ല. ഒരിക്കലും അദ്ദേഹം സൂര്യ നമസ്കാരം കൂടി അദ്ദേഹത്തിന് ഏതെങ്കിലും സമയം തെറ്റിട്ട് നിസ്കരിച്ചതായിട്ട് ഞാൻ അദ്ദേഹമായിട്ട് നടന്ന സമയത്ത് ഉണ്ടായിട്ടില്ല. പിന്നാണെങ്കിൽ അദ്ദേഹം ഇത്രയധികം സമ്പന്നമായ ഒരു കുടുംബത്തിൽ ജനിച്ചിട്ട് ഏറ്റവും വലിയ പണക്കാരന്റെ മകനായിട്ട് അദ്ദേഹം ജനിച്ചിട്ടും അദ്ദേഹം പ്രവർത്തിച്ചിട്ടും അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരുപാട് കാര്യമുണ്ട്. വക്കീൽ എന്നതിൽ അദ്ദേഹത്തെ പറ്റി ഇയാൾ ഷെയ്ർ പറഞ്ഞാണ്, ശരിയായ വക്കീൽ കൂടിയാണ് അദ്ദേഹം എടുത്തിരുന്നുവെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റു വക്കീൽമാർക്ക് പണിയില്ലാതിരിക്കും. അത്രത്തോളം വിദഗ്ധനായതാണ്. പക്ഷെ അദ്ദേഹം അതിൽ ശ്രദ്ധയിരിച്ചില്ല. തന്റെ സമുദായ സംഘടനത്തിന് വേണ്ടി അതുകൊണ്ട് വിനിയോഗിച്ച്. എന്നിട്ട് അദ്ദേഹത്തെ പറ്റി പറഞ്ഞാൽ സങ്കടകരമായിട്ടിരിക്കട്ടെ, അദ്ദേഹത്തിന് ദാരിദ്ര്യം അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. അദ്ദേഹത്തിന്റെ രോഗസ്ഥിതിയിൽ അദ്ദേഹത്തെ സഹായിക്കാൻ ഒരാളും മുന്നോട്ട് വന്നിട്ടില്ല. കുടുംബങ്ങൾ വരെയും വരാൻ സാധിച്ചിട്ടില്ല. കാരണം അദ്ദേഹം ആരെയും അത് അറിയിച്ചില്ല. അവസാനം അദ്ദേഹം സ്പീക്കറായി മരിക്കുന്ന അദ്ദേഹത്തിന് യാതൊരു സ്വത്തും അദ്ദേഹം സംബന്ധിച്ചിട്ടുണ്ടായില്ല, സമ്പത്തുണ്ടായിട്ടില്ല. അത്രത്തോളം ദരിദ്രമായ ഒരു ജീവിതം, പണക്കാരനായി ജനിച്ചിട്ട് ദരിദ്രനായിട്ട് മരിച്ച
ഒരു വ്യക്തിയായിരുന്നു സി സാഹിബ് എന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. വിദ്യാഭ്യാസപരമായിട്ടുള്ള അദ്ദേഹം ചെയ്തിട്ടുള്ള സേവനങ്ങളെ സംബന്ധിച്ച് നമ്മൾ എടുത്തു പറയാൻ ഏറ്റവും അധികം ഇന്ന് മുസ്ലിം ലീഗ് നേതാക്കന്മാർ വിദ്യാഭ്യാസപരമായിട്ടുള്ള നവോത്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തി സി സാഹിബ് പോലെ വേറെ ആരുമില്ല എന്നാണ് എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം. പക്ഷെ അതേസമയം തന്നെ അദ്ദേഹത്തിന് മറ്റുള്ളവരുമായിട്ട് യോജിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുന്ന അപാരമായിട്ടുള്ള കഴിവുണ്ടായിരുന്നു. അനുഗ്രഹീതനായ ആ വാഗ്മി എല്ലാവരുടെയും അഭ്യർത്ഥനകൾ മുസ്ലിം പ്രാസംഗികന്മാരിൽ അഗ്രഗണ്യനായി. രണ്ടാമത് അദ്ദേഹം കേരളത്തിലെ പ്രസംഗ പരിഭാഷ, അതായത് വടക്കേ ഇന്ത്യയിൽ നിന്ന് വരുന്ന ഇംഗ്ലീഷ് പ്രാസംഗികന്മാരുടെ പ്രസംഗം പരിഭാഷപ്പെടുത്താൻ അന്ന് കണ്ടിട്ടുള്ള എല്ലാവരിലും വെച്ച് ഏറ്റവും മുൻപന്തിയിൽ ഏറ്റവും മിടുക്കനായിട്ടുള്ള ഒരു പ്രാസംഗികനായിരുന്നു. അദ്ദേഹത്തിന്റെ അന്നത്തെ പ്രസംഗത്തിന്റെ വിശേഷം എന്താണെന്ന് വെച്ചാൽ, പ്രസംഗം ഓരോ നിലയിൽ ഓരോ ഘട്ടത്തിൽ മുറിച്ച് മുറിച്ച് പ്രസംഗിച്ച് അത് പരിഭാഷപ്പെടുത്തുകയും അത് കൂടാതെ കണ്ട് പ്രസംഗത്തിന്റെ അവസാനം വരെ കേട്ട് കഴിഞ്ഞതിന് ശേഷം അതിന്റെ സാരാംശം പ്രസംഗിക്കുകയും ചെയ്യുന്ന രണ്ട് രീതി അദ്ദേഹം സ്വീകരിച്ചു. ഈ രണ്ട് രീതിയിലും ഒറിജിനൽ പ്രാസംഗികൻ, ഇംഗ്ലീഷ് പ്രാസംഗികൻ ഏതെങ്കിലും ജനങ്ങളെ ഹസ്തദാനം അറിയിക്കത്തക്ക വിധത്തിലുള്ള കാര്യമായിട്ടുള്ള എന്തെങ്കിലും ഒരു സംഗതികളും പറഞ്ഞാൽ പ്രസംഗത്തിന്റെ അവസാനം അതിന്റെ സാരം പറയുന്ന അവസരത്തിൽ അതാത് സ്ഥലത്ത് വെച്ച് ആ ഹസ്തദാനം വാങ്ങിയിട്ടുള്ള സെന്റൻസ് അതേ ഗൗരവത്തിലും അതേ സരസ സ്വഭാവത്തിലും പറഞ്ഞ് ആ അവസരത്തിലും ഹസ്തദാനം വാങ്ങുന്ന ഒരു പതിവ് സി സി സാഹിബിനല്ലാതെ ഒരു തേറ്റി വേറൊരാളിൽ ഞാൻ അന്ന് കണ്ടിട്ടില്ല. ഞാൻ കേട്ടിട്ടുണ്ട്, മഹാത്മാഗാന്ധി തിരുവനന്തപുരത്ത് വന്ന് സി ഡി സാഹിബ് BEd പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ പ്രസംഗം പരിഭാഷപ്പെടുത്തി. ഗാന്ധിജിയുടെ പ്രസംഗം. ഗാന്ധിജി ആ പ്രസംഗം കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു പോലും, എനിക്ക് ഇനി ഞാൻ മലബാറിൽ പ്രസംഗിക്കുമ്പോ മലയാളത്തിലെ പ്രാസംഗികമായിട്ട് സി ഡി സാഹിബിനെ മാത്രം കിട്ടിയാൽ മതി, അദ്ദേഹത്തെ തന്നെ. അങ്ങനെ അദ്ദേഹത്തിന്റെ എല്ലാ പ്രസംഗങ്ങളും, മിക്കവാറും എല്ലാ പ്രസംഗങ്ങളിലും ഗാന്ധിയുടെ പരിഭാഷകനായി സി ഡി സാഹിബിനെ യോഗത്തിന്റെ ഓർഗനൈസേഴ്സ് കൊണ്ടുപോയി എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ ഫസലിന്റെ തീപ്പൊരി പാർന്ന ഉഗ്രമായ പ്രസംഗങ്ങളാണ് ഇംഗ്ലീഷ്. ആ പ്രസംഗം പരിഭാഷപ്പെടുത്തിയതും സി ഡി സാഹിബായി. അന്ന് അദ്ദേഹം സി ഡി സാഹിബ് ഇതുവരെ എനിക്ക് ഇത്രയും നല്ലൊരു എന്റെ പ്രസംഗം എല്ലാ പാർട്ടിയിലും പരിഭാഷപ്പെടുത്തിയില്ല, ഇത്ര ശക്തിയായിട്ട് എന്നെക്കാൾ വളരെ ശക്തി എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ആ നിലക്ക് പ്രസംഗിച്ച ഒരു മാന്യനാണ്, കഴിവുള്ള മാന്യനാണ് സി ഡി സാഹിബ്. നിങ്ങളുടെ കേരളത്തിലെ മുസ്ലിം ലീഗുകളുടെ നേതാക്കന്മാർക്ക് അദ്ദേഹം ഒരു നേട്ടമാണ്. അദ്ദേഹം സി ഡി സാഹിബിന്റെ ദീർഘദൃഷ്ടി അനാദൃശ്യമായിരുന്നു. സി ഡി സാഹിബിന് രാഷ്ട്രീയ നേതാവിന് വേണ്ടത് 50 കൊല്ലം കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ സംഭവിക്കും എന്നുള്ളത് പ്രവചിക്കാൻ ഇന്നത്തെ ഇവിടുത്തെ സാഹചര്യം, ഇവിടുത്തെ ചുറ്റുപാടും, ഇവിടുത്തെ സംഭവവികാസങ്ങളും നോക്കി പറയാറുണ്ട്. അത് അദ്ദേഹം പറഞ്ഞ അങ്ങനെ. നീണ്ടകാലം മദ്രാശി അസംബ്ലിയിൽ അംഗമായിരുന്ന സി ഡി സാഹിബ് 1960-ൽ കേരള നിയമസഭയിലെ പ്രഥമ മുസ്ലിം സ്പീക്കറായി. അന്ന് അദ്ദേഹത്തോടൊപ്പം നിയമസഭാ അംഗമായിരുന്ന സിദി തങ്ങൾ. ആ കാലഘട്ടത്തിനെ സംബന്ധിച്ച് സി സാഹിബിനെ സംബന്ധിച്ച് എല്ലാ കാലത്തും നോക്കാവുന്ന ഒരു മഹാവൃതിയായിരുന്നു അദ്ദേഹം. അദ്ദേഹം മുസ്ലിം ലീഗിന്റെ നേതാവ് മാത്രമായിരുന്നില്ല, കേരള സംസ്ഥാനത്തിന്റെ എല്ലാ ജനങ്ങളെയും നേതൃത്വം വഹിക്കത്തക്ക നിലയിലുള്ള പ്രവർത്തനമായിരുന്നു അദ്ദേഹത്തിന്റെ. അസംബ്ലിയിൽ തന്നെ അസംബ്ലിയും മറ്റ് നേതാക്കന്മാരും പ്രതിപക്ഷ നേതാക്കന്മാരുമായിട്ടൊക്കെ വളരെ സൗഹാർദ്ദത്തോടുകൂടി മുസ്ലിം ലീഗിനെ നയിച്ചു കൊണ്ടുപോകത്തക്ക നിലയിലുള്ള ഒരു നിലപാടാണ് സി സാഹിബ് സ്വീകരിച്ചിരുന്നത്. ന്യൂനപക്ഷത്തിന്റെ പുരോഗതി ആധുനിക വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ കരഗതമാകൂ എന്ന് സി ഡി സാഹിബ് ഉറച്ചു വിശ്വസിച്ചു. ഫറൂഖ് കോളേജിന്റെ സംസ്ഥാപനത്തിന് പിന്നിൽ അദ്ദേഹത്തിന് ധിഷണയും അധ്വാനവും ഉണ്ടായിരുന്നു. ഈ കലാലയത്തിന്റെ മണ്ണിൽ സി ഡി സാഹിബിന്റെ സ്വപ്നവും ലീഗിന്റെ വിയർപ്പും അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. കോളേജിന്റെ ആദ്യത്തെ മാനേജിംഗ് കമ്മിറ്റി രൂപീകരിച്ചപ്പോൾ
സീത് സാഹിബിനായിരുന്നു അതിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുത്തത്. 1948 ഇത് സംഭവിച്ചത്. അന്ന് മുതൽ സീത് സാഹിബിന്റെ മരണം വരെ ഈ കോളേജിന്റെ ഭരണസമിതിയിലെ ജനറൽ സെക്രട്ടറി സീത് സാഹിബ് തന്നെയായിരുന്നു. അപ്പോ മൗലികമായിട്ടുള്ള എല്ലാ തീരുമാനങ്ങളും സീത് സാഹിബിന്റെ അറിവോടുകൂടിയും അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലും ആയിരുന്നതും വളരെ വ്യക്തമാണ്. കോളേജിലെ എല്ലാവിധ പ്രവർത്തനങ്ങളിലും അദ്ദേഹം താല്പര്യമെടുത്തിരുന്നു. പ്രചരണത്തിന്റെ കാര്യത്തില്, ധനശേഖരണത്തിന്റെ കാര്യത്തില്, വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്ന കാര്യത്തില്, അധ്യാപകന്മാരെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തില്, സാംസ്കാരികമായിട്ടുള്ള അന്തരീക്ഷം നിലനിർത്തുന്ന കാര്യത്തിൽ, ഇതിലൊക്കെ അദ്ദേഹം നിരന്തരമായ താല്പര്യം എടുത്തുകൊണ്ടിരുന്നു. അദ്ദേഹം തലശ്ശേരിയിലായിരുന്നു ആ കാലത്ത് താമസിച്ചിരുന്നത്. അന്ന് എനിക്കറിയാം, ഞാൻ പല ഘട്ടത്തിലും അദ്ദേഹമായിട്ട് കോളേജ് കാര്യമായിട്ട് ഇടപഴകിയിട്ടുണ്ട്. തലശ്ശേരിയിൽ തന്നെ പോയി സംസാരിച്ചിട്ടുണ്ട്. പലപ്പോഴും പല കാര്യങ്ങളിലും ഉപദേശ നിർദ്ദേശങ്ങൾ വാങ്ങാൻ ഇടയായിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹം എറണാകുളത്തേക്ക് മാറി താമസിച്ചു. ആ എറണാകുളത്തേക്ക് മാറി താമസിച്ചതിന് ശേഷവും തുടർച്ചയായിട്ടുള്ള സമ്പർക്കം കോളേജുമായിട്ട് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ചിലപ്പോഴൊക്കെ ഞങ്ങളുടെ കമ്മിറ്റി മീറ്റിംഗ് എറണാകുളത്ത് വെച്ചായിരുന്നു നടന്നിരുന്നത്. ആദ്യകാലത്ത് കോളേജിന്റെ എൻഡോവ്മെന്റ് സൃഷ്ടിക്കുന്ന കാര്യത്തിൽ പെട്ട പ്രയാസങ്ങൾ ചില്ലറയൊന്നുമല്ല. ആ പ്രയാസങ്ങൾ തരണം ചെയ്യുന്നതിന് സീത് സാഹിബ് വളരെ ഗൗരവമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട്. ആദ്യകാലത്ത് 1948 അന്ന് നിലവിൽ ഉണ്ടായിരുന്ന നോർത്ത് മലബാർ മുസ്ലിം അസോസിയേഷന്റെ സെക്രട്ടറി സീത് സാഹിബ് ആയിരുന്നു. അതുപോലെ നോർത്ത് മലബാർ മുസ്ലിം ലീഗിന്റെ സെക്രട്ടറിയും അദ്ദേഹമാണ്. അവരുടെ വകയായിട്ടുള്ള അവശേഷിച്ചിരുന്ന ചെറിയ ഫണ്ടുകൾ കോളേജിലേക്ക് കൈമാറിയത് സീത് സാഹിബിന്റെ പരിശ്രമം കൊണ്ട് മാത്രം ആയിരുന്നു. പിന്നീട് ഐക്യസംഘത്തിന്റെ സ്വത്തുക്കൾ അവശേഷിച്ചിരുന്നത് കോളേജിലേക്ക് കൈമാറിയതും സീത് സാഹിബിന്റെ പ്രവർത്തന ഫലമായിട്ടായിരുന്നു. ഇങ്ങനെ തുടർച്ചയായിട്ട് വളരെയധികം ആത്മാർത്ഥതയോടുകൂടിയും ദീർഘദൃഷ്ടിയോടുകൂടിയും കോളേജിന് വേണ്ടി പ്രവർത്തിച്ച മഹാരഥന്മാരിൽ അഗ്രഗണ്യനാണ് സീത് സാഹിബ് എന്ന് പറയുന്ന യാതൊരു സംശയം. സീതി സാഹിബിന്റെ ജനനം കൊണ്ട് അനുഗ്രഹീതമായ കൊടുങ്ങല്ലൂരിലെ അഴീക്കോട് ഗ്രാമം സമുദായത്തിന്റെ ദീനരോധനം കേട്ട് വിതുമ്പിയ അകത്തളം. എന്നാൽ ചരിത്രാവബോധം കൈമോശം വന്ന സമുദായത്തിന് ഉത്ഥാനത്തിന്റെ ഈ പ്രതീകങ്ങളെ കാത്തുസൂക്ഷിക്കാനായില്ല. ഇന്നിതൊരു സ്വകാര്യ വിദ്യാലയത്തിന്റെ ഭാഗമാണ്. സമുദായത്തിന്റെ ഉന്നമനത്തിനായി ജീവിതം ഒഴിഞ്ഞുവെച്ച ആ യുഗപുരുഷന്റെ സഹധർമ്മിണി കൊച്ചു ഖദീജ. ഇളയ മകൾ ഷിഫയും ഭർത്താവ് കെ അഹമ്മദുണ്ണി മെത്തരും ഗാഠനിദ്രയിലാണ്ട ഒരു ജനസമൂഹത്തെ വിളിച്ചുണർത്തി വെളിച്ചം കാട്ടിക്കൊടുത്ത ആ ക്രാന്തദർശി അഴീക്കോട് പുത്തൻപള്ളി കബർസ്ഥാനിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. മുസ്ലിം ലീഗിന്റെ പ്രഥമ ഉപാധ്യക്ഷൻ കോട്ടാൽ ഉപ്പി സാഹിബ് മദിരാശി ലെജിസ്ലേറ്റീവ് കൌൺസിലിലും സെൻട്രൽ അസംബ്ലിയിലും ഒരു നാൾ ആ ശബ്ദം മുഴങ്ങിക്കേട്ടു. 1952 രാജാജി മന്ത്രിസഭയെ നിലനിർത്തിയത് ഉപ്പി സാഹിബിന്റെ രാഷ്ട്രീയ സന്ദർഭത ഒന്ന് മാത്രമായിരുന്നു. പിറന്നത് സമ്പന്നമായ ഒരു തറവാട്ടിലാണെങ്കിലും കുടിയാന്മാർക്കും തൊഴിലാളികൾക്കും വേണ്ടി വാദിച്ചു. ആ നിസ്വാർത്ഥ സേവകനെ നേരിട്ടറിഞ്ഞ ലീഗ് പ്രവർത്തകനാണ് തലശ്ശേരിയിലെ PM അബ്ദുൾ റഹ്മാൻ. അദ്ദേഹം മുസ്ലിം ലീഗിന് ആത്മാർത്ഥതയുള്ള പ്രഗത്ഭനായ ഒരു രാഷ്ട്രീയ നേതാവായി. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ മദ്രാസ് അസംബ്ലി അന്നത്തെ ആഭ്യന്തരമന്ത്രി സുബ്രായൻ കുറച്ചുകൂടി അപ്പോൾ തക്കതായ മറുപടികൾ നൽകിക്കൊണ്ടിട്ട് മുസ്ലിം ലീഗിനെ വളർത്തുന്നതിൽ സജീവമായി പങ്കുവഹിച്ച പ്രഗത്ഭനായ ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു പി സാഹിബ്. കോട്ടാൽ പി സാഹിബ് എന്ന പേരിൽ അറിയപ്പെടുന്ന അദ്ദേഹം വളരെ കാലം അസംബ്ലി മെമ്പറായി നിന്നിട്ടുണ്ട്. മദ്രാസ് അസംബ്ലി രാജഗോപാലാചാര്യരുടെ കാലഘട്ടത്തിൽ ചടയം, ചാക്കീർ അഹമ്മദ് കുട്ടി, സാഫി സാഹിബ്, സീദ് സാഹിബ്, ഉപ്പി സാഹിബ്
എന്നിവരായിരുന്നു മുസ്ലിം ലീഗിന്റെ ആദ്യത്തെ എംഎൽഎമാർ. ആ നിലപാട് കേരളം ഉടലെടുക്കുന്നവരെ അവരുടെ കയ്യിൽ തന്നെയായിരുന്നു മുസ്ലിം ലീഗ് പ്രവർത്തനം ചെയ്യുന്നത്. മുസ്ലിം ലീഗ് സംസ്ഥാന ഉപാധ്യക്ഷനായിരുന്ന NV അബ്ദുൽ സലാം മൗലവിയുടെ മനസ്സിൽ ഇന്നും മായാതെ കിടക്കുന്ന ഒരു നേതാവുണ്ട്. എന്താ അവർക്ക് അതിന് മാത്രം എന്താ കഴിവ്? അവര് ആണ് ബാധിച്ചത്. മുസ്ലിം ലീഗ് മറ്റേതെങ്കിലും പാർട്ടികളായിട്ട് കൂടിയിട്ട് എന്തെങ്കിലും ചെയ്യാമെന്നാണ് സിദ്ധാന്ത അഭിപ്രായം. അതിനെതിർത്ത് ശക്തിയായിട്ട് എതിർത്തിട്ട് മുസ്ലിം ലീഗിൽ നിന്ന് കരുതാൻ നേരാക്കണം എന്ന് പറഞ്ഞിട്ട് പോക്കർ സാഹിബ. അരനൂറ്റാണ്ടുകാലം പോക്കർ സാഹിബ് രാഷ്ട്രീയ നഭോമണ്ഡലത്തിൽ കത്തിനിന്നു. മലബാറിലെ ആദ്യത്തെ നിയമബിരുദധാരികളിൽ ഒരാളായിരുന്നു അദ്ദേഹം. 1952-ലും 57-ലും യഥാക്രമം മലപ്പുറം, മഞ്ചേരി മണ്ഡലങ്ങളെ പ്രതിനിധീകരിച്ച് പാർലമെന്റിലെത്തി. ഒരു കാലഘട്ടത്തിൽ പാർലമെന്റിന്റെ അകത്തളങ്ങളെ ആ ശബ്ദം കിടിലം കൊള്ളിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ സ്മാരകമാണ് ഈ കലാലയം. സമ്മേളനങ്ങളും പ്രകടനങ്ങളും ലീഗ് പ്രസ്ഥാനത്തിന്റെ വളർച്ചയിലെ നാഴികക്കല്ലുകളായിരുന്നു. അണികൾക്ക് ആവേശം പകരാനും പ്രതിയോഗികൾക്ക് മുമ്പിൽ ശക്തി കാട്ടാനും അവ പ്രയോജനപ്പെട്ടു. സ്വാതന്ത്ര്യാനന്തരം നടന്ന ആദ്യ സമ്മേളനത്തെക്കുറിച്ച് വന്ധ്യവയോധികനായ ESM ഹനീഫ ഹാജി സാഹിബ് ഓർക്കുന്നു. ആയിരത്തി 1959 കോഴിക്കോട് മാനാഞ്ചിറ മൈതാനിയിൽ നടന്ന സമ്മേളനത്തെക്കുറിച്ച് വൈറ്റ് ഹാൾ അബ്ദുല്ല ഐക്യ കേരളത്തിന്റെ പിറവി മുസ്ലിം ലീഗിന് ശാസ്ത്രീയമായ ഒരു കർമ്മവേദി പ്രദാനം ചെയ്തു. 1957-ലെ പ്രഥമ തെരഞ്ഞെടുപ്പിൽ ലീഗിന്റെ 16 സ്ഥാനാർത്ഥികളിൽ 8 പേർ നിയമസഭയിലെത്തി. ഇതോടെ സ്റ്റേറ്റ് പാർട്ടിയായി ലീഗിനെ ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ചു. പുരോഗതിയുടെ പ്രതീകമായ കോണി തെരഞ്ഞെടുപ്പ് ചിഹ്നമായി ലഭിച്ചു. ലീഗ് രംഗത്ത് വന്നതോടെ EMS മന്ത്രിസഭയ്ക്കെതിരായുള്ള വിമോചന സമരത്തിന്റെ ഗതി മാറി. 1960-ലെ തെരഞ്ഞെടുപ്പോടെ ലീഗ് കേരള രാഷ്ട്രീയത്തിലെ നിർണായക ശക്തിയായി മാറുകയായിരുന്നു. ഈ ഉയർച്ചയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു മഹാനുണ്ടായിരുന്നു. ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുൽ റഹ്മാൻ ബാഫക്കി തങ്ങൾ. 4 നൂറ്റാണ്ടുകാലം രാഷ്ട്രീയ, മത, സാമൂഹ്യ രംഗങ്ങളിൽ ജ്വലിച്ചു നിന്ന വ്യക്തിത്വം. 32-ാമത്തെ വയസ്സിൽ ഹരിത രാഷ്ട്രീയത്തിൽ ഇറങ്ങിത്തിരിച്ച ബാഫക്കി തങ്ങൾ സത്യത്തിന്റെ തുറമുഖത്ത് ആദ്യ പ്രവർത്തന കളരി കണ്ടെത്തി. ഇവിടെയായിരുന്നു അന്ന് സിറ്റി ലീഗിന്റെ ഓഫീസ്. സത്താർ സേട്ടു സാഹിബ് ഇന്ത്യയോട് വിട പറഞ്ഞ നിർണായക ഘട്ടത്തിൽ ബാഫക്കി തങ്ങൾ മുസ്ലിം ലീഗിന്റെ സാരഥ്യം ഏറ്റെടുത്തു. അന്നത്തെ വൈസ് പ്രസിഡന്റുമാരിൽ ഒരാളാണ് KM മൗലവി സാഹിബ്. KM മൗലവി സാഹിബ് പിന്നെ സ്വാഗതന്റെ യോഗം ഫാത്തിഹയ്ക്ക് ആയാലും കഴിഞ്ഞതിന് ശേഷം KM മൗലവി സാഹിബാണ് പ്രൊസീഡ് ചെയ്തത്. അദ്ദേഹം ഒരു അധ്യക്ഷ പ്രസംഗം എന്ന നിലക്ക് പ്രസംഗം ചെയ്തു. അത് വളരെ വളരെ ഗഹനമായ പ്രസംഗമായിരുന്നു. മുസ്ലിം സമുദായത്തിന് നേതൃത്വം വേണമെന്ന് സമുദായം ആവശ്യപ്പെട്ടാൽ അത് നിരാകരിക്കാൻ ആർക്കും അവകാശമില്ല എന്നൊക്കെ സമർത്ഥിച്ചിട്ടാന്ന് വെച്ചാല് തങ്ങള് നിൽക്കില്ല എന്നുള്ള ഒരു ധാരണ ഉണ്ട്. തങ്ങൾ പ്രസിഡന്റായി നിൽക്കും. തങ്ങളന്ന് രംഗത്തൊന്നുമില്ല. തങ്ങളന്ന് യഥാർത്ഥത്തിൽ പ്രസിഡന്റ് ആയതിനു ശേഷം തങ്ങൾ പ്രസംഗം തന്നെ പഠിക്കുന്നതെന്ന് പറയണം. അപ്പൊ ആദ്യത്തിൽ പറയും എങ്കിൽ പിന്നെ തങ്ങൾ രാഷ്ട്രീയ പ്രാസംഗികനായി മാറിയല്ലേ. അങ്ങനെ ഇയാൾ ഇതെല്ലാം പറഞ്ഞിട്ട് പറഞ്ഞേ. അതുകൊണ്ട് ഞാൻ ഈ സമുദായത്തിന്റെ ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് ഞാൻ ഒരാളെ നിർദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞത് ബാഫക്കി തങ്ങളെയാണ്. അങ്ങനെയാണ് തങ്ങൾ പ്രസിഡന്റായത്. ഖായിദെ മില്ലത്തിന് ശേഷം പാർട്ടിയുടെ അഖിലേന്ത്യാ നേതൃത്വത്തിലേക്ക് അദ്ദേഹം ആനയിക്കപ്പെടുകയായിരുന്നു. കച്ചവടാർത്ഥം മക്കത്ത് നിന്ന് മലബാറിലെത്തിയ സയ്യിദ് വംശജരാണ് തങ്ങളുടെ പൂർവികർ. കോഴിക്കോട്ട് വലിയങ്ങാടിയിലായിരുന്നു തങ്ങളുടെ പാണ്ഡ്യാല. എല്ലാ മഹത് ഗുണങ്ങളും ഒത്തുചേർന്ന ഒരു ഉത്കൃഷ്ട മനുഷ്യനായിട്ടാണ്
വടകരയിൽ മമ്മു മാസ്റ്റർ തങ്ങളെ കാണുന്നു. വിദ്യാഭ്യാസ പ്രചാരകനായ ആ സമുദായ പരിഷ്കർത്താവ് സ്കോളർഷിപ്പുകൾ നൽകി എത്രയോ പാവങ്ങളെ ഉയരങ്ങളിലേക്ക് പിടിച്ചു കയറ്റി. അബ്ദുള്ള സാഹിബ് അക്കൂട്ടത്തിൽ ഒരാളായിരുന്നു. അത്രയും അറ്റാച്ചഡാ. ഞാൻ വേറൊരു വഴിക്ക് തിരിഞ്ഞു വന്ന മനുഷ്യനാണ്. എന്റെ ഫാദർ എന്നെ ഒരു മൗലവിയാക്കാനാണ് പ്ലാനിട്ടിരുന്നത്. അന്ന് 8ാം ക്ലാസ്, പഴയ സിസ്റ്റം അനുസരിച്ച് 8ാം ക്ലാസ്, UP 8ാം ക്ലാസ് അവസാനിക്കുക. ഫീസ് അടയ്ക്കേണ്ട ഡേറ്റിന് ഞങ്ങളുടെ ഫീസ് ഞങ്ങൾ ഒന്നായിട്ട് ഞങ്ങളുടെ അറബി മനുഷ്യയുണ്ട്. അന്ന് പുളിക്കക്കാരനായ ഒരു അറബി മനുഷ്യയുണ്ട്, മരിച്ചുപോയി, TP മുഹമ്മദ് എന്നുണ്ട്. മൂപ്പരാണ് അന്നത്തെ കൊയിലാണ്ടി ഹൈസ്കൂളിലെ അറബി മനുഷ്യൻ. മൂപ്പരെടുത്ത് ഞങ്ങളെ ഈ 14 ഫീസ് ഒന്നായിട്ട് കൊടുക്കും. അതിൻ്റെ രസീത് ഞങ്ങളുടെ കയ്യിലാണ് സ്കൂൾ അതോറിറ്റീസ് തരിക. ആ റെസീറ്റ് വാങ്ങിയാൽ തങ്ങളടുത്ത് കൊണ്ടു കൊടുക്കണം. തങ്ങൾ ഇതിങ്ങനെ തുടരുകയും ചെയ്യും. ഇങ്ങനെ ഈ രീതിയിൽ ഞങ്ങൾ അറിയാത്ത വിധത്തിൽ ഒരു ബാപ്പയുടെ അടുത്ത് നിന്ന് പൈസ ഇട്ടാണെങ്കിലും മക്കൾ പോയി ഫീസ് അടയ്ക്കാനായി എന്നൊക്കെ പറയുകയും തീർക്കുകയൊക്കെ വേണ്ടേ. ഇതുമാതിരി യാതൊരു വിഷമവും കൂടാതെ 3rd ഫോം, 4th ഫോം, 5th ഫോം, 6th ഫോം, SSLC എന്ന് പറഞ്ഞാൽ അന്നത്തെ 6th ഫോമാണ്. ഇത്രയും ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഫീസ് ഈ മനുഷ്യൻ കൊടുത്തു. ഈ ഫീസ് കൂടെ ആകർഷിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ പഠിക്കുന്നില്ല, എൻ്റെ ലൈന് വേറൊന്നും ഒരു ലൈനായിട്ട് തിരിയുമായിരുന്നു. മുസ്ലിം ലീഗിൽ ഇന്നത്തെ നേതാക്കൾക്ക് ആ മഹാനെ കുറിച്ച് ഓർക്കാൻ എത്രയെത്ര അനുഭവങ്ങൾ. PM അബൂബക്കർ, ഖാലിദുൽ ഖൗം സയ്യിദ് റഹ്മാൻ ബാഫഖി തങ്ങൾ നേതാക്കന്മാരുടെ നേതാവായിരുന്നു. ഒരു സാധാരണ പ്രവർത്തകൻ മുതൽ ഏറ്റവും വലിയ നേതാവ് വരെയുള്ള ആളുകളുമായി ഒരേപോലെ പെരുമാറാനുള്ള അസാധാരണമായ കഴിവും ശേഷിയും മർഹൂം ബാഫഖി തങ്ങൾക്കുണ്ടായിരുന്നു. ഒരു സവിശേഷത അദ്ദേഹത്തിന് ദർശിക്കാൻ സാധിച്ചിരുന്നത് ഏത് പ്രധാന കാര്യമായാലും നിസ്സാര കാര്യമായാലും തന്റെ അടുത്ത സഹപ്രവർത്തകന്മാരുമായി ദീർഘമായി കൂടിയാലോചന നടത്തി അവരുടെ എല്ലാം അഭിപ്രായം അറിഞ്ഞതിനു ശേഷം മാത്രമേ അദ്ദേഹം ഒരു തീരുമാനത്തിൽ എത്തിച്ചേരുകയുള്ളൂ എന്നതായിരുന്നു. ചന്ദ്രയുടെ മാനേജിംഗ് ഡയറക്ടർ എന്നുള്ള നിലയിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള സേവനങ്ങൾ ഒരിക്കലും തന്നെ മറക്കാൻ സാധിക്കാത്ത, ചന്ദ്രയുടെ ഇന്നത്തെ വളർച്ചയ്ക്ക് പിന്നിലെ പ്രവർത്തിച്ചിരുന്ന ശക്തമായ കാര്യങ്ങൾ മർഹൂം ബാഫഖി തങ്ങളുടേതായിരുന്നു. നമ്മുടെ ഇന്നത്തെ രാഷ്ട്രീയ നേതാക്കന്മാരും രാഷ്ട്രീയ പ്രവർത്തകന്മാരിൽ പലരും അവർ തന്നെ സ്വയം തുറന്നു പറയുന്നത് പോലെ പത്രങ്ങൾ വായിക്കാത്ത കൂട്ടത്തിൽപ്പെട്ടവരാണ്. പക്ഷെ ബാഫഖി തങ്ങൾ അങ്ങനെയായിരുന്നില്ല. അദ്ദേഹം കോഴിക്കോടുള്ള സന്ദർഭത്തിൽ ഞാനന്ന് ചന്ദ്രഗിരി ന്യൂസ് എഡിറ്ററായത് അവസാന നാളുകളിൽ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് മുമ്പായി ബാഫഖി തങ്ങളുടെ ഫോൺ വിളി കേട്ടുകൊണ്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങാറ്. ആദ്യത്തെ ചോദ്യം തന്നെ എന്തെല്ലാമാണെന്ന് രാവിലത്തെ പത്രത്തിലുള്ള വർത്തമാനം, അതിന് പ്രധാനപ്പെട്ട വല്ലതുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് പറയും. അതേ പ്രകാരം തന്നെ വല്ല പരിപാടിയും കഴിഞ്ഞ് രാത്രി വൈകി പുതിയ കാണിയിലേക്കോ കൊയിലാണ്ടിയിലേക്കോ പോകുന്ന വഴി ചന്ദ്രിക ഓഫീസിന്റെ മുറ്റത്തുള്ള കാർ നിർത്തുമെന്ന് ഫോണെടുക്കും. താഴോട്ട് അറിയിച്ചത് അതുവരെയുള്ള എല്ലാ പ്രധാന വാർത്തകളും, അത് ദേശീയ തലത്തിലുള്ളതും അന്തർദേശീയ തലത്തിലുള്ളതും പ്രാദേശികമായുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അന്വേഷിക്കും. ആ അന്വേഷണത്തിന് ശേഷമേ അദ്ദേഹം പോകാറുണ്ട്. നേതാക്കന്മാരുടെ നേതാവ് എന്നതിലുപരി സാധാരണ നമ്മൾ പറയാറില്ലല്ലോ ജെം ഓഫ് എ പേഴ്സൺ, അതുപോലെ ഒരു വ്യക്തി എന്നുള്ള നിലയിലേക്ക് ഒരു മാണിക്യക്കല്ലായിരുന്നു ബാഫഖി തങ്ങൾ. സമസ്ത കേരള ജമിയത്തുൽ ഉലമ, പട്ടിക്കാട് ജാമിയ നൂറിയ തുടങ്ങിയ മതസംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും ജീവനാഡിയായി അദ്ദേഹം വർത്തിച്ചു. വിമോചന സമരത്തിന്റെ മുൻനിരയിലുണ്ടായിരുന്ന താങ്കൾ ഐക്യമുന്നണിയുടെ ശില്പി കൂടിയായിരുന്നു. ബാഫഖി തങ്ങളും CH മുഹമ്മദ് കോയ സാഹിബും കൂടി അർപ്പിച്ചിട്ടുള്ള സേവനങ്ങളാണ് ഇപ്പോഴും കേരള രാഷ്ട്രീയത്തെ ചലനാത്മകമാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിൽ അത്ഭുതത്തിന് അവകാശമില്ല. 1957 ഭരണത്തിൽ നിന്നുള്ള വിമോചന കാലത്തും അതിനുശേഷം നടന്ന ത്രികക്ഷി മുന്നണിയുടെ തിരഞ്ഞെടുപ്പ് വിജയത്തിലും അത് കഴിഞ്ഞ് 1967 സപ്തകക്ഷി മുന്നണിയുടെ രൂപവൽക്കരണത്തിലും അത് കഴിഞ്ഞതിന് ശേഷം
1969 അവസാന ഘട്ടത്തിൽ ഇന്നത്തെ മുന്നണിക്ക് രൂപം കൊടുക്കുന്ന കാര്യത്തിലുമെല്ലാം അഗ്രിമസ്ഥാനത്ത് പ്രവർത്തിച്ചിരുന്നവരാണ് ബാഫക്കി തങ്ങളും സ്വീകരിച്ചത്. പിന്നോക്കത്തിന്റെ ബാണ്ഡവുമായി എഴഞ്ഞു നീങ്ങിയ ഒരു ജനതയിൽ സംഘടനാബോധവും ആത്മവിശ്വാസവും ചൊരിഞ്ഞ ആ ചരിത്രപുരുഷൻ 1973 ജനുവരി 19 ഒരു വെള്ളിയാഴ്ച വിശുദ്ധ മക്കയിൽ ദിവംഗതനായി. നാട്ടിനും സമുദായത്തിനും താങ്ങാവുന്നതായിരുന്നില്ല ആ ദുഃഖവാർത്ത. ഖായിദെ മില്ലത്തും സീതി സാഹിബും ബാഫക്കി തങ്ങളും പടുത്തുയർത്തിയ പ്രസ്ഥാനം അപ്പോഴേക്കും വളർന്ന് പന്തലിച്ചു കഴിഞ്ഞിരുന്നു. സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ലീഗിന്റെ 2 പ്രതിനിധികൾ 1967 സഖാവ് EMSന്റെ മന്ത്രിസഭയിൽ അംഗങ്ങളായി. അവരൊരാൾ ഏറനാട്ടിന്റെ വീരസന്തതി ബാപ്പു കുരിക്കളായിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ പടപൊരുതി രക്തസാക്ഷ്യം വഹിച്ച പോലീസ് മേധാവി ഹസൻ കുരിക്കളുടെ അതിപുരാതന തറവാട്ടിലാണ് ബാപ്പു കുരിക്കളുടെ ജനനം. ഏറനാട്ടിന്റെ ഹൃദയസ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ അഹമ്മദ് കുരിക്കൾ രാഷ്ട്രീയത്തെ സമുദായോദ്ധാരണത്തിന്റെ ഉപാധിയാക്കി. 1960 മുതൽ നിയമസഭയിലെത്തി. 67 തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായി. പക്ഷെ വിധി ആ ഹൃദയ നൈർമല്യത്തെ അകാലത്തിൽ തട്ടിയെടുത്തു. 1969 ഒക്ടോബർ 24 48-ാമത്തെ വയസ്സിൽ സാധാരണക്കാരന്റെ ബാപ്പു കുരിക്കൾ ചരിത്രത്തിൽ വിലയം പ്രാപിച്ചു. കുരിക്കളെ കുറിച്ചുള്ള ഓർമ്മകൾ അദ്ദേഹത്തിന്റെ കുടുംബം നമ്മോടൊപ്പം പങ്കുവയ്ക്കുന്നു. മുസ്ലിം ലീഗിന്റെ ചരിത്രവും വർത്തമാനവും സംഗമിക്കുന്ന ഒരു ഗ്രാമം. മുസ്ലിം കേരളത്തിന്റെ ഹൃദയാന്തരങ്ങളിൽ എന്നും നിറഞ്ഞു നിൽക്കുന്ന ഏറനാട്ടിലെ പാണക്കാട്. ഒരു